തദരിന്നരി തദരി ആനന ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നുപോയി പുഴമീനുകൾ തെളിനീരിലായി കളി ചൊല്ലി നീങ്ങുന്നുവോ പഴയ കാലങ്ങളെങ്ങോ പടിമറയുവതിനി വരുമോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി പപ്പ മകരി മകരി സരി സനി ധനിപ്പ ഗരി സ സദനി സദ സദ പ സദ പനി സരി ഗ മഗ മഗരി ഗ ഗരി സനി ധനി ധ ധാനി ധ പ മ പ പദ മ പ ഗ മരി ഗ സരി സനി സ സരി ഗരി ഗ മ ഗ മ പ രി ഗ രി ഗ മ ഗ മ പ മ പ ദ പ ദ നി സ നി ധ പ ദ നി സ എള്ളുകിലുങ്ങും കാതിൽ കുറുകൊമ്പ് വിളിക്കും കാറ്റിൽ നന്ദുണി മീട്ടും കാവിൽ കലികോമരമുറയണ താളം മദ്ദളമേളം പതികാലം കൊട്ടിക്കേറുമ്പോൾ അന്തിവിളക്ക് കൊളുത്താനായി ഞാനും പോരുമ്പോൾ അണിനിരയായി ആകാശവും നറുതിരികൾ നീട്ടുന്നുവോ ഹരിചന്ദനം തുടുനെറ്റിയിൽ മണിവീണ നീലാംബരി പഴയ കാലങ്ങളെങ്ങോ പടിമറയുവതിനി വരുമോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നുപോയി പുഴമീനുകൾ തെളിനീരിലായി കളി ചൊല്ലി നീങ്ങുന്നുവോ പഴയ കാലങ്ങളെങ്ങോ പടിമറയുവതിനി വരുമോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ എന്തോ താങ്ക് യു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പോസിറ്റീവ് വോയിസ്, യശിന് പറ്റിയ ഒരു സോങ് സെലക്ഷൻ, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് പാടി. പിന്നെ സ്റ്റെപ്പ് ഒക്കെ നല്ല രസമാണ്. ഒന്നുകൂടെ കാണിച്ച ബാക്കിലേക്ക് ഇങ്ങനെ പോയ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കണ്ടോ? സ്റ്റെപ്പ് കാണിച്ച് കണ്ടോ യശ്? പിന്നെ ആ മുട്ടുകടിക്കുന്ന സ്റ്റെപ്പല്ലേ അവസാനം? നല്ല രസമുള്ള സ്റ്റെപ്പായിരുന്നു. ഒന്നുകൂടെ അതിങ്ങനെ പാടി ചെയ്യ് യശ്. ചെറിയൊരു കോച്ച് പിടുത്തം പോലെ ഫീൽ ചെയ്തെങ്കിലും ചോദിക്കാം. ശരത് സർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. സൂപ്പറായിട്ട് പാടി. അതൊരു എന്താ പറയണ്ട, ഒരു
ഒരു മനോഹരമായിട്ടുള്ള ഇത് പാട്ടിനെ പറ്റി പറയും. പാട്ട് കമ്പോസ് ചെയ്തത് 4 മ്യൂസിക്സ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഗ്രൂപ്പാണ്. ജിം, ബിബി, എൽഡോസ്, ജസ്റ്റിൻ ഇവരാണ് പാട്ട് കമ്പോസ് നല്ല ചെയ്തത്. പാട്ട്, Very good, വെരി very ഗുഡ് good, പാട്ട്. പാട്ട് പാടിയത് MG ശ്രീകുമാർ സർ. അണ്ണാച്ചി. വരികൾ ഡോക്ടർ മധു വാസുദേവൻ സർ. പടം ഒപ്പം. ഇപ്പൊ ഇവരുടെയൊക്കെ അനുഗ്രഹം ഒപ്പം ഉണ്ടായിരുന്നു യക്ഷിനൊപ്പം. നന്നായിട്ട് പാടി കേട്ടോ, വളരെ ക്ലീൻ പ്രസന്റേഷൻ. Thank you, sir. എനിക്ക് ആകെ ഉള്ള ഒരു സംഭവം തോന്നുന്നു, ഒരു ചിരി. ഇനി ചിരിച്ചില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു സ്റ്റൂള് മേടിക്കും ഞാൻ. എന്നിട്ട് അത് ഇട്ടിട്ട് 2 അടി തലയ്ക്ക് ഇരുത്തിയിട്ട് ഇരിക്കണ്ട. ഇരുത്തിയിട്ടല്ലേ പുള്ളിക്ക് ഹൈറ്റ് എത്തണ്ടേ? എനിക്ക് അത്ര അതിനാ സ്റ്റൂള് ഇരുത്തുന്ന എന്തിനാ? നീ എന്തോന്നറിയ ഇത്? ഞാൻ വിചാരിച്ചു യശ് ഇരുന്നാ സാറിന് അടിക്കാൻ എളുപ്പമായിരിക്കും. എന്നാ പിന്നെ അവിടെ That is also an option. കിടക്കാൻ പറഞ്ഞാ പോരെ? That is also an option. എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല. ഞാൻ കേറി നിന്ന് അടിച്ചോളാം. ശരത്തേട്ടൻ തല്ലുന്നുണ്ടെങ്കിൽ നിന്നിട്ടേ നല്ലതാണ്. അപ്പൊ യക്ഷേ Yes, sir. മനോഹരമായിട്ട് പാടി കേട്ടോ. Thank you, sir. എനിക്ക് ആ സ്വരം പോർഷൻ ആ സെക്കൻഡ് മാത്രം ഒന്ന് പാടി കേൾപ്പിക്കുമോ? ഗരി സ സ സ നീ സ സ ദ സ സ പ സ സ പ ധ നി സ രി ഗ പ മ ഗ മ ഗ രി ഗ. വെരി ഗുഡ്, വെരി ഗുഡ്, Very good, വെരി very ഗുഡ്, good, very good. വെരി ഗുഡ്, താങ്ക് യു സർ. ഫാന്റാസ്റ്റിക്. താങ്ക് യു സർ. ഇനി മേലാൽ ഇങ്ങനെ പാടിക്കോളൂ. നന്നായി യക്ഷേ, ഒരു നല്ല എന്താ പറയുക, വളരെ പോസിറ്റീവ് ആയിരുന്നു. നമുക്കൊരു അതല്ല വേണ്ടത്. ഒരു പാട്ട് പാടുമ്പോൾ അത് ക്ലീനായിട്ട് പാടുകയും ചെയ്തു. അതിൽ പല ഏരിയകളും നമുക്ക് കുറേ ആ ചിരി എനിക്ക് മനോഹരമായി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു തവണ കൂടെ ആ ചിരി കേൾക്കണം. കുക്കുമ്മ പടവണ്ടി താളം. Super, super. Wonderful. Nice. Wonderful, Very wonderful. nice. ആ ചിരിക്ക് പ്രയോജനം ഉണ്ടാവും യക്ഷേ. Yes, sir. ചെവി നുള്ളിക്കോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക, Hi, Yash. सर हाय सर. कैसे हो यार? मैं मस्त हूँ सर. आप कैसे हो सर? ഇവരെന്തൊക്കെയോ പറയുന്നു ശരത് സർ. തെറി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന സഭ്യമായിട്ടുള്ള പാട്ട് സംസാരിക്കും. क्या यार? ആ ഷാനിക്ക ജഡ്ജ്മെന്റ് ഹിന്ദിയിൽ പറയോ? അത് വേണ്ട, അത് മുഴുവൻ പൊട്ടത്തെറ്റായി. അത് വേണ്ട, അത് മൊത്തം പൊട്ടത്തെറ്റായിരിക്കും. യശ് ഭയങ്കര ക്ലീൻ സിംഗിങ് ആണ്. ഇപ്പൊ ചെറുത്തോട്ട് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ക്ലീൻ, വെരി ക്ലീൻ സിംഗിങ്. താങ്ക് യു സർ. നല്ല എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അങ്ങനത്തെ ഒരു പാട്ടും കൂടിയാണല്ലോ, ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു സോങ് ആണ്. എനിക്കും ഈ പറഞ്ഞ പോലെ ആ ചിരി, നമ്മൾ ആ ചിരിയാണ് മിസ് ചെയ്യുക. പിന്നെ കോറസ് കലക്കി ഉഗ്രനായിരുന്നു. മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര പോസിറ്റിവിറ്റി തന്നു യശും കൂട്ടരും, അങ്ങനെ പറയാം. എല്ലാവരും കൂടെ ഒരുമിച്ച്. പിന്നെ ഓർക്കസ്ട്ര നിങ്ങളും കാലയ്ക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ക്വാളിറ്റി എന്ന് പറയുന്നത്. എനിക്ക് ഫ്രാങ്ക്ലി ആ ഒരു ചിരി കൂടി ഉണ്ടായിരുന്നെങ്കിൽ થોડા ഓർ മസ്ത്. അതെ സർ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. താങ്ക് യു സർ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു, ഓൾ ദി താങ്ക് ബെസ്റ്റ്. യു ഷാനിക്ക. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി, यश मैम बहुत अच्छा गाया आपने. താങ്ക് യു സോ വെരി മച്ച്. നൈസ്. എനിക്ക് സത്യത്തിൽ ഈ ഒരു പാട്ട് MG സാറിൻ്റെ ശബ്ദം ഇപ്പോൾ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ശബ്ദമാണ്. അത് ഏത് തരത്തിലുള്ള പാട്ടിനകത്ത് കയറുമ്പോൾ ആ പാട്ടിലൊരു മാജിക് വരും. അപ്പോൾ വല്ലാത്തൊരു മാജിക്കാണ് അത്. ഹീസ് എ ലെജൻഡ് ഓഫ് കോഴ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വോയിസിൽ വന്നിരിക്കുന്ന കുറേ ക്ലാരിറ്റി സാധനങ്ങളുണ്ട്. കുറേ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് ലാലേട്ടന് വേണ്ടി പാടുമ്പോൾ ഒരു extra സംഭവം ഉണ്ടാവും. അതെ, ഇപ്പൊ ലാലേട്ടന് വേണ്ടി ഇപ്പൊ ചിരി ആയാലും പോലും അദ്ദേഹം എങ്ങനെയായിരിക്കും പിക്ചറൈസ് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ടാണ്. അത് ചിലപ്പോൾ അത് അതിലുണ്ടാവില്ല, സാർ ഇടുന്നതായിരിക്കും ചിരി. ആ ചിരി കണ്ടിട്ട് ലാലേട്ടൻ അത് അഭിനയിക്കും. അപ്പോൾ ഈ കുറേ എക്സ്പ്രഷൻസ്, ഈ ഡ്രാമ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരു പാട്ടിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ എനിക്കത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഞങ്ങൾ അലിഭായ് എന്ന് പറഞ്ഞ പടത്തിൽ പാടുന്ന സമയത്ത് ഞാനും സാറും ഒരുമിച്ചാണ് ആ സമയത്ത് ഡ്യുവറ്റ് പാടുന്നത്. അപ്പം സാർ എന്തുമാത്രം അതിൻ്റെ അകത്ത് ഈ പറയുന്ന എക്സ്പ്രഷൻസ് നമ്മൾക്കും ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങളും ഇതുപോലത്തെ എക്സ്പ്രഷൻസ് ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് രസമാണ് ശരിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും അദ്ദേഹം ആ വർക്ക് ചെയ്തത് എന്നുള്ളത് ഐ ക്യാൻ ഇമാജിൻ. ഇപ്പം യശ് പാടുമ്പോൾ അതിനകത്ത് കുറേ ഇപ്പം ഈ സ്വരങ്ങളായാലും പിന്നെ അതിലുള്ള ആ ഗിമിക്സും സാധനങ്ങളും ആ എനർജിയും സകല സാധനങ്ങളും തന്നെ സാറിൻ്റെ ഒരു എനർജി എന്ന് പറയുന്ന ഒരു പീക്ക് എനർജിയാണ്. യശ് ഇതിന് മുന്നേയും വന്നപ്പം എല്ലാ സ്വരങ്ങളുള്ള ഒരു പാട്ട് എടുക്കും എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഒരു എടുത്ത് വരുമ്പം പെപ്പിയാണെങ്കിലും എന്താണെങ്കിലും അതിലൊരു സ്വരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ യശ് ഈ പാടിയത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അതിന് എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. അവിടെ വരട്ടെ. വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നു
എനിക്ക് അവിടെ ഇരുന്നിട്ട് പറയാൻ പ്രത്യേകിച്ച് വാക്കുകളില്ല. കാരണം ദിസ് ബോയ് അത്ര മനോഹരമായിട്ട് ഏത് പാട്ടെടുത്താലും ഐ എം സോ പ്രൗഡ് ഓഫ് യു. ആ ഒരു ഡെഡിക്കേഷൻ, ഇന്ന് പാടിയ സ്വരങ്ങൾ, അതിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻസും ആ ലാസ്റ്റിലൊക്കെ വന്ന് നിർത്തിയ പോർഷൻസൊക്കെ ഫാന്റാസ്റ്റിക്. മറ്റൊന്നും പറയാനില്ല. യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ കീപ് സിംഗിങ്. ജുഗ് ജുഗ് ജിയോ. താങ്ക് യു. യെസ്, മഞ്ചരിപ്പെട്ടി തുറന്നിരിക്കുകയാണ്. വാട്ട് ഡു യു ഫീൽ നൗ? സൂപ്പർ ഫീലിംഗ് ആണ്, സൂപ്പർ ഫീലിംഗ് ആണ്. ചേടാ. Okay, You deserve it. Thank You you, were ma'am. fantastic today. താങ്ക് യു. എന്തേലും പറ, മഞ്ചരിപ്പെട്ടി തുറന്നിരിക്കുകയല്ലേ? ആദ്യമായിട്ടല്ലേ പെട്ടി അല്ല, തുറന്നത്? തുറന്നത് പൂട്ടി. തുറങ്ങിയിരിക്കുക അല്ലേ എന്ന് പറഞ്ഞാൽ അത് പൂട്ടിക്കഴിഞ്ഞു. അങ്ങനെയല്ല, എന്നാലും തുറന്നല്ലോ സാർ. ആ, തുറന്നു. അത് വലിയ കാര്യമാണ്. പറയൂ. നല്ല സ്വീറ്റ്സ് ഒക്കെ കിട്ടി. ആ, പിന്നെ യശ ആദ്യമായിട്ടാണോ പെട്ടി തുറക്കുന്നത്? അതെ. അതെ. ആ, കുറെ ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ. കുറെ ഹാപ്പിയാണ്. ഭണ്ഡാരോ തുറന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. ചോദിക്കും. ശരത് സർ, എന്തോ എത്രയാണ് യശിന് പോരെ. ഈ ഒരു പെർഫോമൻസിന്? നന്ദുണി മീട്ടും കാവിൽ കലികോമര മുറയണതാളം മദ്ദളമേളം പതികാലം കൊട്ടിക്കേറുമ്പോൾ അന്തിവിളക്ക് കൊളുത്താനായി ഞാനും പോരുമ്പോൾ അണിനിരയായി ആകാശവും മറുതിരികൾ നീട്ടുന്നുവോ ചന്ദനം അവിടെ നിക്കണം. മണി വീണ നീലാംബരി ഇതേ നടക്കും. പറയൂ, സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരാനുള്ള ഒരു അതെ കാര്യം. നമ്മള് എന്റെ കയ്യിലൊരു പെട്ടിയുണ്ട്, അറിയാമല്ലോ. അറിയാം, സംഗതി പെട്ടി. അതെ, ആ, ആ പെട്ടിക്കകത്ത് തുറക്കാൻ പറ്റിയില്ല. പെട്ടി അടഞ്ഞു അല്ലല്ല, അത് തുറക്കാം, അത് ഒരു ഇച്ചിരി ബലം പിടിക്കണം. അപ്പൊ അത് എനിക്കതൊരു പെട്ടിയിൽ കാശുണ്ടോ എന്നുള്ള ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൈയും വീശി വന്നു. ദിസ് ഇസ് ടു മച്ച്. എന്താണത്? പോക്കറ്റ്. ഇത് എന്റെയും ഷാന്റെയാണ്. ഞങ്ങള് രണ്ടുപേരും അവിടുന്ന് ഒരു ഫണ്ട് പിരിവ് നടത്തി കൊണ്ടുവന്നു. പിരിവ് നടത്തി 500, 1000 രൂപയായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. സൂപ്പർ. അയ്യോ, എന്റെ പേഴ്സ് കാണാനില്ല. എന്റെ പേഴ്സ് കാണാനില്ല. അത് ഇന്നലെ ഉണ്ടായിരുന്നു, അതിലൊരു ചുക്കുമില്ലായിരുന്നു. ആ സ്റ്റെപ്പ് ഒന്ന് പഠിപ്പിച്ചായിരുന്നു എന്നെ. ഇപ്പൊ പഠിക്കാം നമുക്ക്. വേണ്ട, ഇപ്പൊ പഠിക്കാം. യശ്, ആ സ്റ്റെപ്പ് ഒന്ന് പഠിപ്പിക്കൂ. ശരത് സാറിന് പറ്റുന്ന സ്റ്റെപ്പ്. രണ്ടുപേരും കേട്ടോ. ഷാനിക്കും യശ് നടുക്ക് നിൽക്കൂ. യശ് കുറച്ച് ദൂരം നിന്നോ, സാറിന് അത് ചവിട്ടിയിടരുത്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം. ആദ്യം സാർ കേറി നിക്കണേ. ആ, ഷാനിക്ക് നേരെ നിക്കാം. അല്ല പറക്കണ്ട. സാർ ഇവിടെ നിക്ക്. ആ, യശ് അത് ഈ ഷോൾഡേഴ്സ് ഇങ്ങനെ അവിടെ പഠിപ്പിക്കൂ. ഈ ഷോൾഡേഴ്സ് പഠിച്ചാ ഇനി 3 ഒന്നിച്ച് ചെയ്യണേ. 3 ഒരുമിച്ച്. നിക്ക്. ഷാനിക്ക് ക്യാമറ കിട്ടണ്ടേ? ആ, കേറി നിക്ക്. യശ് കേറി നിക്ക്. ആ, റെഡി, മ്യൂസിക്. nice. സൂപ്പർ. അല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. എനിക്കൊന്നും നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഒരു വേദിയിൽ ഒരുമിച്ച് നൃത്ത ചുവടുകൾ. സത്യം. ശരത് സാറ്. അല്ല, അത് ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതെ, വേറൊരു കാര്യം കൂടി ഉണ്ട്. ആ അവസരപ്പെട്ടിയും കൂടി തുറന്നേനെ അവൻ ചിരിച്ചായിരുന്നെങ്കിൽ. ഓ ചേച്ചി, ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരത് സാർ എങ്ങനെ ഉണ്ടായിരുന്നു മഞ്ജരി? നമ്മുടെ സാറ് പണ്ടേ ഭയങ്കര ഡാൻസറാണ്. ഡാൻസ് കളിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറക്കരുതെന്ന് ഓൾറെഡി യശ് അവിടെ പറഞ്ഞിട്ടുണ്ട്. കതിരുണ്ണുവാൻ വന്നുപോയി പുഴമീനുകൾ തെളിനീരിലായി. അപ്പൊ എന്തായാലും നമുക്ക് ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സാർ. യശേ സർ 9.5 മാർക്സ്. അടികുഞ്ഞി പെണ്ണമ്മ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക 9.5. താങ്ക് യു.
വളവാണ്ടിത്താളം ചേച്ചി യഷിന്റെ ഭാവി ഗാനക്കുടത്തിലേക്ക് ഇട്ടിരിക്കുന്നു. താങ്ക് യു. So total 19 marks. Super. ടോപ്പർ ആയിരിക്കാണ് ഇപ്പോ ഇതുവരെ. അപ്പോ ഇനിയും അടുത്ത ഷെഡ്യൂളിലൊക്കെ നന്നായി പെർഫോം ചെയ്യാം. ഓക്കെ, യെസ്, തിരിച്ചു പാടണം. അപ്പൊ മഞ്ചേരിപ്പെട്ടി തുറന്നു, ദേ പൈസ കിട്ടിയിരിക്കുന്നു, ഫുൾ നല്ല മാർക്സ് കിട്ടിയിരിക്കുന്നു, ഫുൾ ഹാപ്പി. ആ ഹാപ്പിനെസ്സിൽ ഓടിപ്പോക്കോ. അടികുഞ്ഞു പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ Ni pa maga sa sa